മുഅ്മിനേ, സിഹറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, കണ്ണേറിന്റെ ശുറൂറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, അദൃശ്യമായ ശർറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമ്മളുടെ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാ പറഞ്ഞു വരുന്നത്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്, സിഹർ പോലെയുള്ള അദൃശ്യ ശർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ومن أعظم التحسينات وأنفعها المحافظة على أذكار الصباح والمساء. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. പരമാവധി നമ്മൾ ഇതിന്റെ അഹ്ലുകാരിൽ പെടാൻ പരിശ്രമിക്കണം. മഹാന്മാരായ ഉലമാ വിശദീകരിക്കുകയാണ്, വമിൻ അഅ്ലമി തഹ്സീനാതി വഅൻഫഇഹാ, സംരക്ഷണത്തിന് നമുക്ക് സുരക്ഷിതത്വം കിട്ടാൻ സിഹർ പോലെയുള്ള കണ്ണേറ് പോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ രക്ഷ കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ് അൽ മുഹാഫളതു അലാ അദ്കാരി സ്വബാഹി വൽ മസാ. ومن أعظم التحسينات وأنفعها, സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് അതുപോലെയുള്ള അദൃശ്യമായ ശർറുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴിയാണ് അൽ മുഹാഫളതു അലാ അദ്കാരി സ്വബാഹി വൽ മസാ. ദൈനംദിന ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ പ്രത്യേകം ചൊല്ലണേ എന്ന് ഹബീബായ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദിക്റുകൾ അതേതാണെന്ന് പഠിക്കുകയും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്യുക. എന്നും പ്രഭാതത്തിൽ ചൊല്ലാൻ റസൂലുള്ള നിർദ്ദേശിച്ച ചില ദിക്റുകളുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം പ്രദോഷത്തിൽ ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ചില ദിക്റുകളുണ്ട്. ആ ദിക്ർ ഏതാന്ന് മനസ്സിലാക്കി എന്നും അത് ചൊല്ലാൻ തയ്യാറാവുക. ഇത് വളരെ വളരെ ഉപകാരപ്രദമാണ്. ലിമൻ അറാദ അൻ യഹ്സുന നഫ്സഹു ലിമൻ അറാദ അൻ യുഹ്സിന നഫ്സഹു മിൻ ശയാതീനിൽ ഇൻസി വൽ ജിന്ന്. ജിന്ന് വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട മനുഷ്യൻ, ജിന്ന്, ഇതിന് ശൈത്താന്, ഇതുകൊണ്ടൊക്കെ എന്തെല്ലാം ഷർറുകളുണ്ടോ ആ ഷർറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഈ പറയപ്പെട്ട ദിക്റുകൾ ഏറെ ഉപകാരപ്രദമാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ ദായിമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. രാവിലെ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുക, വൈകുന്നേരത്തിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുക. ദിക്ർ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പരിചയം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പിന്നാലെ ശത്രുക്കൾ കൂടി നമ്മളെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഓടി നമ്മളൊരു കോട്ടയുടെ ഉള്ളിൽ കയറി അതിന്റെ കവാടങ്ങൾ അടച്ചു. ഒരു കോട്ടയുടെ ഉള്ളിൽ കയറി അതിന്റെ കവാടങ്ങൾ അടച്ചു. അതിന്റെ ഫലമായി ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഈ കോട്ടയ്ക്ക് സമാനമാണ് നമ്മൾ ചൊല്ലുന്ന അദ്കാറുകൾ. ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ അതേറെ ഫലപ്രദമാകുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനെ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് നമ്മൾ ആ നിലയിൽ പതിവാക്കേണ്ട ദിക്ർ എന്ന് ഞാൻ പറഞ്ഞു തരാം. ഏതൊക്കെയാണ് നമ്മൾ ആ നിലയിൽ നിത്യജീവിതത്തിൽ സൂക്ഷിച്ചു പോരേണ്ട അദ്കാറുകൾ എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ ഒരു നേട്ടം എന്താ, അതിന്റെ ഒരു ഗുണമെത്രയാണ്? ശൈത്താന്റെ ശർറിൽ നിന്ന് ദിക്റുല്ലാഹി കൊണ്ടല്ലാതെ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ഇത് ശ്രദ്ധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ സംരക്ഷണവും നമുക്ക് നൽകട്ടെ. അപ്പൊ ദിക്റുല്ലാഹി അത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് ചൊല്ലി വന്നാൽ നമ്മെ ആക്രമിക്കാനും നമ്മെ ദ്രോഹിക്കാനും ഹൃദയത്തിൽ കടന്നുകൂടി വസ്വാസ് ഉണ്ടാക്കി, ഉപദ്രവങ്ങൾ ഉണ്ടാക്കി, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആ നിലയിൽ നാശത്തിലേക്ക് നമ്മൾ എത്തിക്കാനും ആർക്ക് കഴിയൂല? ശൈത്താന് കഴിയൂല.
അതിന് ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ ഒരു ദിക്ർ ഞാൻ പറയാണ്. സുബ്ഹ് നിസ്കാരവും അതിന്റെ പ്രാർത്ഥനയും ദിക്റും പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഒരു 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ആ ദിക്ർ ചൊല്ലണം. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് ദൈനംദിന ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞ് ഒരു 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പലർക്കും ഈ ദിക്ർ അറിയും, ഹദ്ദാദിലൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ്. പക്ഷെ അത് മറക്കരുത്. അത് സുബ്ഹിക്ക് ശേഷം വേണം, മഗ്രിബിന് ശേഷം വേണം. എന്റെ കാര്യം മുഅ്മിനേ, അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗം വ മസാഇ കുല്ലി ലൈല ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ വസ്സമീഉൽ അലീം. ഈ ദിക്ർ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരടിമ ചൊല്ലി 3 മർറാത്ത് 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ദിക്ർ ശ്രദ്ധിക്കുക, സ്ക്രീനിൽ കാണാം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ 3 തവണ ചൊല്ലിയാൽ ഫയളുറുഹു ഷൈ, ആ ദിക്ർ ആത്മാർത്ഥമായി അതിന്റെ ആശയം ഉൾക്കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഷർറിൽ നിന്നും അയാൾക്ക് ജല്ല ജലാലായ അല്ലാഹു മോചനം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായി മുഅ്മിനേ, ശ്രദ്ധിക്കുക മുഅ്മിനേ, രണ്ടാമതായി എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം നമ്മളുടെ അദ്കാറുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു വചനമാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر من شر ما خلق وذرأ وبرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر طوارق الليل والنهار ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. ഈ ദിക്ർ അത് ഉൾക്കൊണ്ട് നമ്മൾ ചൊല്ലിയാൽ ശൈത്താന് നമ്മളെ ഉപദ്രവിക്കാൻ കഴിയൂലാന്ന് ഹബീബായ നബിക്ക് പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ശ്രദ്ധിക്കണം ഈ പറയുന്നത്, ശ്രദ്ധിക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി അല്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ ഖലഖ വദറഅ വബറഅ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമിൻ ശർരി മാ يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر طوارق الليل والنهار ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. പടച്ചോനെ, ഇതൊക്കെ പഠിക്കാനും ജീവിതത്തിൽ അത് പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്ത് വിചാരിച്ചത്? പല നിലയിലുള്ള പ്രയാസങ്ങൾ മുത്ത് റസൂൽ ഏറ്റിട്ടുണ്ട്. റസൂലുള്ളാഹിനെ ആക്രമിക്കാനായി പിശാചുക്കൾ കൂട്ടമായി വന്ന സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു ദിവസം ഒരു പലഞ്ചെരുവിൽ നിന്ന് പിശാചുക്കൾ മുത്തുനബിയെ ആക്രമിക്കാൻ വന്നു.
അൻ അബ്ദുർറഹ്മാൻ ഇബ്നു ഹൻബശ് റളിയല്ലാഹു അൻഹു തമീമി ഗോത്രക്കാരനായ അബ്ദുർറഹ്മാൻ ഇബ്നു ഹൻബശ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ശയാതീന തഹദ്ദറത് തിൽക്കൽ ലൈല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദ്വിയതി വശ്ശിയാബ്. ശൈത്താന് 15 ശത്രുക്കളാണുള്ളത്. പിശാചിന് 15 ശത്രുക്കളാണുള്ളത്. അല്ലവ്വലു, അതിൽ ഒന്നാമത്തെ ശത്രുവാരാന്നറിയോ? അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ശത്രുവായി പിശാച് കാണുന്നത് മുത്തുനബിയെയാണ്. കാരണം എല്ലാ ഖൈറും അറിയിച്ചു കൊടുത്തത് മുത്തുനബിയാണ്. ഖൈർ അറിയിച്ചു കൊടുക്കുന്നവരോട് പിശാചിന് വെറുപ്പുണ്ടാകും. മുഅ്മിനെ ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് നബിയോടാണ് അവൻ ഏറ്റവും വലിയ വിരോധം. ആ നബിയെ ആക്രമിക്കാനായി ഒരു ദിവസം മദീനയിലെ മലഞ്ചെരുവുകളിൽ നിന്ന് പിശാച് കൂട്ടമായി മുത്ത് റസൂലിന്റെ അടുത്തേക്ക് ഒരു രാത്രിയിൽ വന്നു. وفيه شيطان بيده شعلة من نار يريد أن يحرق بها وجه رسول الله. ആ കൂട്ടത്തിൽ കരുത്തനായ ഒരു പിശാചുണ്ടായിരുന്നു. ബിയദിഹി ശുഅലത്തും മിൻ നാർ, അവന്റെ കയ്യിൽ ഒരു ശക്തമായ തീനാളമുണ്ടായിരുന്നു. ഒരു തീനാളമുണ്ടായിരുന്നു. യുരീദു അൻ യുഹ്രിക ബിഹാ വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ താല്പര്യം ഇതായിരുന്നു, ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് ഇത് കാണിക്കുകയും നബി തങ്ങളുടെ മുഖത്തെ കരിച്ചു കളയുകയും ചെയ്യുക. അതൊന്നും നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി പോലും തീ തിന്നൂല. മുടി തീയിലിട്ടാൽ ഒന്നും സംഭവിക്കില്ല. റസൂലുള്ളാഹിന്റെ ശരീരം തട്ടിയ സ്ഥലം പോലും അഗ്നിക്ക് അത് തീ സ്പർശിക്കൂല എന്ന് ബഹുമാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക പണ്ഡിതന്മാർ കൃത്യമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും പിശാചുക്കൾ എങ്ങനെങ്കിലും മുത്തുനബിയെ ഒന്ന് തകർക്കാൻ പറ്റുമോ എന്ന നോട്ടവുമായി വന്നതാണ്. ജിബ്രീൽ, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബിന്റെ അടുത്തേക്ക് വന്നു. അവിടെ സമാഗതമായി. എന്നിട്ട് ഫഖാല യാ മുഹമ്മദ് ഖുൽ, ഹബീബായ നബിയോട് പറഞ്ഞു, അഭയപ്രാർത്ഥന നടത്തണം. പിശാചുക്കൾ ഇതാ കൂട്ടമായി വന്നിരിക്കുന്നു. അങ്ങയെ തകർക്കലും ആക്രമിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അഭയപ്രാർത്ഥന നടത്തണം. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ മാ അഖൂൽ, ഈ പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഞാൻ എന്താ ചൊല്ലേണ്ടത്? ഏത് ദിക്റാ ഞാൻ ചൊല്ലേണ്ടത്? ഉടനെ ഫഖാല, മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തതാണ്, ഖുൽ, നബിയെ നിങ്ങൾ ഇങ്ങനെ അഭയപ്രാർത്ഥന നടത്തണം. എങ്ങനെ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി അല്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ, അല്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ من شر ما خلق وذرأ وبرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر طوارق الليل والنهار ومن شر كل طارق إلا طارقا يطرق بخير يا رحمن. ഈ അഭയപ്രാർത്ഥന നടത്തിക്കോളൂ. അടുക്കാൻ നിങ്ങളിലേക്ക് അടുക്കാൻ കഴിയൂല. അവരുടെ ശക്തി ക്ഷയിച്ചു പോകും. അവരുടെ തീനാളം കെട്ടിച്ചാമ്പലാകും എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അഭയപ്രാർത്ഥന ഞാനങ്ങ് നടത്തേണ്ട താമസം ഫഹലകൂ
അവരെ ഹലാക്കായി. എന്റെ പ്രിയപ്പെട്ട പൊന്നു സഹോദര സഹോദരി, എത്ര വലിയ പ്രതീക്ഷയിലാ നിങ്ങൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചത്. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സിഹറിന്റെ പിന്നിൽ പിശാചാണ്. പിശാചുക്കളിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ളത് അവർക്ക് കൊടുത്തിട്ട് അവരെ നമ്മളെ ആക്രമിക്കാനായി അയക്കുന്നതാണ് സത്യത്തിൽ സിഹർ. ശൈത്താന് കൊട്ടേഷൻ കൊടുക്കുക. ഡോക്ടറെ അടുത്ത് പോയി നോക്കിയാൽ രോഗമൊന്നും കാണാനില്ല. ഇവന് നിരന്തര അസ്വസ്ഥതകൾ അനുഭവിക്കുക, പെട്ടെന്നൊരു കുഴക്കും ക്ഷീണും തളർച്ചയും. ഇനി എല്ലാം സിഹ്റാന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇത് പറയുമ്പോ അങ്ങനെയും ചില ആളുകൾ വിചാരിക്കും, എന്തെങ്കിലും ഒരു ഷുഗർ കൂടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് പ്രഷർ കുറഞ്ഞാൽ മതി, അപ്പോഴത്തേക്ക് സിഹർ തന്നെയാണ്, ശൈത്താനാണ്, അങ്ങനെ വിചാരിക്കണ്ട. എന്നാൽ പിശാച് വല്ലാതെ രോഗം ഉണ്ടാക്കും ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാക്കട്ടെ. അപ്പൊ സിഹർ എന്ന് പറഞ്ഞ സത്യത്തിൽ പിശാചിനെ നമ്മളെ ആക്രമിക്കാൻ പറഞ്ഞേക്കല്ലേ. അതിനുള്ള ഏറ്റവും നല്ലൊരു അഭയ പ്രാർത്ഥനയാണിത്. ഈ ദിക്റുകളൊക്കെ സ്ക്രീനിൽ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതൊന്ന് പഠിക്കണം, എഴുതിയെടുത്തിട്ടത് നമ്മൾ ചൊല്ലണം, ചൊല്ലി പഠിക്കണം. ഒരൊറ്റ വട്ടം പഠിച്ചാൽ പോരെ മുമ്മിനെ, അത് നമുക്ക് എന്നേക്കും ഒരു മുതൽക്കൂട്ടാവില്ലേ? കാവലാണ്. ഇനി കാണാതെ തന്നെ ചൊല്ലണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് കൃത്യമായി നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കോളൂ, നോക്കി ചൊല്ലിക്കോളൂ. അതൊരു കാവൽ തേടലാ.